നമസ്കാരം. ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വന്ന വൻ വിമർശനങ്ങൾക്ക് മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഷാഫി പറമ്പിൽ. മീശ വടിച്ചോ താടി വടിച്ചോ എന്ന് തീരുമാനിക്കുന്നത് ഡോക്ടറാണ്, ഷാജിയല്ല. കടുത്ത ഭാഷയിലാണ് ഷാഫിയുടെ മറുപടി. സൈബർ സഖാക്കളും CPM നേതാക്കളും നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ തെളിവുകളുമായി പാർലമെന്റ് കമ്മിറ്റിയെ സമീപിക്കുമെന്ന് ഷാഫി വ്യക്തമാക്കിയിട്ടുണ്ട്. പേരാമ്പ്രയിലെ സംഘർഷവും അതിന് പിന്നാലെയുള്ള രാഷ്ട്രീയ നീക്കങ്ങളും വീണ്ടും ചൂടേറുമ്പോഴാണ് ഷാഫിയുടെ പ്രതികരണം പുറത്തുവന്നത്. ശസ്ത്രക്രിയ ചെയ്തതിനെ തുടർന്നുണ്ടായ വിമർശനങ്ങളിൽ പ്രതികരിച്ചാണ് ഷാഫി പറമ്പിൽ രംഗത്ത് വന്നത്. മീശ വടിക്കണോ താടി വടിക്കണോ എന്നത് തീരുമാനിക്കുന്നത് ഡോക്ടറാണ്, അല്ലാതെ പോരാളി ഷാജിയല്ലെന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. കോഴിക്കോട് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് പ്രതികരണം. പരിക്കേറ്റാൽ ഏതെങ്കിലും ആശുപത്രിയിലാണ് പോകേണ്ടത്, അല്ലാതെ CPMന്റെ ഡയറക്ഷനു വേണ്ടി കാത്തു നിൽക്കില്ലെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. എത്ര ബാലിശമായ വാക്കുകളാണ് അവർ ഉപയോഗിക്കുന്നത്? ഏത് ആശുപത്രിയിൽ കാണിക്കണമെന്നത് സൈബർ സഖാക്കളാണോ തീരുമാനിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ഏത് രീതിയിലാണ് ചെയ്യുന്നതെന്ന് അനസ്തേഷ്യസ് അല്ലേ തീരുമാനിക്കുന്നത്, അല്ലാതെ പോരാളി ഷാജിയാണോ? സൈബർ സഖാക്കളുടെ കാര്യം മാത്രമല്ല, LDFന്റെ കൺവീനർ ചോദിക്കുകയാണ് മൂക്ക് പൊട്ടിയാൽ സംസാരിക്കാൻ പറ്റുമോ എന്ന്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ലെന്നും ഷാഫി വ്യക്തമാക്കി. താടി വടിച്ചൂടെ മീശ വടിച്ചൂടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അവർ വിഡ്ഢിത്തം പറയുകയല്ല, ബോധപൂർവം പറയുകയാണ്. മറ്റു പല വാർത്തകളും മറച്ചുപിടിക്കാനായും പൊതുസമൂഹത്തിന് സംശയമുണ്ടാക്കുന്നതിനുമാണ് ഇങ്ങനെയൊക്കെ അവർ പറയുന്നത്. സർക്കാരിൽ നിന്നും ചികിത്സാ ചെലവ് വാങ്ങിയിട്ടില്ല. 2-3 കൊല്ലങ്ങൾക്ക് മുന്നേ ഒരു ഇൻഷുറൻസ് എടുത്തിരുന്നു. ഈ ചികിത്സാ ചെലവ് അതിലേക്ക് മാറ്റിയിരുന്നുവെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് പോലീസും CPM നടത്തിയ വ്യാജ പ്രചാരണങ്ങളെ തെളിവ് നൽകും. പോലീസിലെ ചിലർ ബോധപൂർവം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന് റൂറൽ SP വെളിവാക്കിയിട്ട് പോലും കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല. പേരാമ്പ്രയിൽ സംഘർഷം ഒഴിവാക്കാനാണ് UDF ശ്രമിച്ചത്. എന്നാൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ അക്രമമുണ്ടാക്കിയതിന്റെ തുടർ ദിനങ്ങളിൽ പേരാമ്പ്രയിൽ യോഗം കൂടി ഭീഷണിപ്പെടുത്തുന്ന നിലപാടാണ് CPM നേതാക്കൾ സ്വീകരിച്ചതെന്നും ഷാഫി കൂട്ടിച്ചേർത്തു. ഒരാളെ മർദ്ദിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചിട്ട് പിന്നെയും അതിനെ പരിഹസിക്കുന്നു. മനുഷ്യത്വം പ്രസംഗിക്കുന്നത് പോരാ, അത് പ്രവൃത്തിയിലൂടെയാണ് തെളിയിക്കേണ്ടത്. ഒരു വാർത്താ സമ്മേളനത്തിൽ പോലും മാന്യമായി രാഷ്ട്രീയമായ നിലപാടുകൾ പറഞ്ഞ ഷാഫി പറമ്പിൽ പോലൊരു ജനനേതാവിനെ വളഞ്ഞിട്ട് ആക്രമിച്ചു. തലയ്ക്ക് മുഖത്തിന് മടിയേറ്റ അവസ്ഥയിൽ പോലും ആത്മാഭിമാനത്തോടെ നിലകൊണ്ട ആ നേതാവിനെ പിന്നെയും പരിഹസിക്കുന്നവർ മനുഷ്യരാണോ, രാഷ്ട്രീയത്തിന്റെ ഇരകളാണോ? ഇത് വെറും ആക്രമണമല്ല, നമ്മുടെ സമൂഹത്തിന്റെ ബുദ്ധികേടിന്റെ തെളിവ് കൂടിയാണ്. ഇതിനിടെ പേരാമ്പ്രയിലെ ലൈഫ് മിഷൻ വീടിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം ഇനി പുതിയ വഴിത്തിരിവിലേക്കാണ് പോകുന്നത്. കോൺഗ്രസ് വീടാക്കി ഉദ്ഘാടനം ചെയ്ത സംഭവത്തിൽ MP ഷാഫി പറമ്പിൽ ഉന്നയിച്ച വാദങ്ങൾ ഇപ്പോൾ തന്നെ കള്ളമെന്ന് തെളിയുന്നതായി വാദിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. വീടിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഇത് ലൈഫ് പദ്ധതിയിലെ വീടാണെന്ന് പറഞ്ഞിരുന്നു എന്നാണ് ഷാഫി പറമ്പിൽ ഉന്നയിച്ച പ്രധാന വാദം. എന്നാൽ ഇത് ഇപ്പോൾ തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് നേതാവിന്റെ പ്രസംഗം പരിശോധിച്ചതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പഞ്ചായത്ത് വീട് കൊടുക്കാത്ത കുടുംബത്തിന് കോൺഗ്രസ് മുൻകൈയെടുത്ത് വീട് നൽകിയെന്നാണ് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞത്. ഇതോടെ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരമുള്ള വീട് കോൺഗ്രസിന്റെ സ്വന്തം പദ്ധതിയായി അവതരിപ്പിക്കാനുള്ള ശ്രമം നടന്നിരുന്നുവെന്ന ആരോപണം കൂടുതൽ ശക്തമായി. വിവാദം രൂക്ഷമായതോടെ ഷാഫി പറമ്പിൽ മറ്റൊരു വാദവും ഉയർത്തിയിരുന്നു. ലൈഫ് വീട് കോൺഗ്രസ് വീടാക്കി ഉദ്ഘാടനം ചെയ്യുന്ന കാര്യം പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ചിരുന്നു എന്നതായിരുന്നു ഷാഫിയുടെ രണ്ടാമത്തെ വാദം. എന്നാൽ ഈ വാദത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദ് പ്രതികരിക്കുകയായിരുന്നു. തന്നെ ഒരു കാര്യം അറിയിച്ചിട്ടില്ലെന്നാണ് പ്രസിഡന്റ് പ്രമോദ് ഒരു മാധ്യമത്തോട് വ്യക്തമാക്കിയത്. ഇതോടെ വിവാദപരമായ ഉദ്ഘാടനത്തെക്കുറിച്ച് തദ്ദേശ സ്ഥാപനമായ പഞ്ചായത്തിനെ അറിയിച്ചിരുന്നുവെന്ന ഷാഫിയുടെ വാദം അടിസ്ഥാനരഹിതമെന്ന് തെളിയുന്നതായിട്ടാണ് ഈ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ ഈ വിവാദങ്ങൾക്കിടെ വേറെ ആരുടെയും കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ താനില്ലെന്നും ഷാഫി പറമ്പിൽ പ്രതികരിച്ചു. SC വിഭാഗത്തിൽപ്പെട്ട വെങ്ങപ്പാറ കോമച്ചങ്കണ്ടി പ്രീതിയും ഭർത്താവ് അശോകനും ലൈഫ് പദ്ധതിയിൽ വീടിനായി 2021 ഫെബ്രുവരി 9-നാണ് എഗ്രിമെന്റ് വെച്ചത്. 2 ഗഡുക്കളായി 1 ലക്ഷം രൂപ കൈപ്പറ്റിയതിനു ശേഷം രോഗിയായ അശോകൻ മരിച്ചു. പിന്നീട് 2021 ഒക്ടോബർ 26-നാണ് ഭാര്യ പ്രീത വീട് നിർമ്മാണം ആരംഭിച്ചത്. 2022 ഡിസംബർ 17-ന് വീട് നിർമ്മാണം പൂർത്തിയാക്കി. ലൈഫ് പദ്ധതിയിൽ 4 ലക്ഷം രൂപയും തൊഴിലുറപ്പ് വേതനമായി 26,017 രൂപയുമാണ് പഞ്ചായത്ത് വീടിനായി ചെലവഴിച്ചതെന്നുമാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം പേരാമ്പ്ര സംഘർഷത്തിനിടെ ഷാഫി പറമ്പിലെ മർദ്ദിച്ചെന്ന ആരോപണം നേരിടുന്ന ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡിനെ നേരത്തെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ നിർദ്ദേശമെന്ന സൂചന. എന്നിട്ടും ഇയാൾ എങ്ങനെ സർവീസിൽ തുടർന്നു എന്ന ചോദ്യമാണ് കഴിഞ്ഞ ദിവസം മുതൽ ഉയർന്നത്. കാക്കിക്കുള്ളിലെ CPMന്റെ സഖാവായി അറിയപ്പെടുന്ന അഭിലാഷിനു വേണ്ടി ആഭ്യന്തര വകുപ്പിലെ ഉന്നതർ തന്നെ ഇടപെട്ടുവെന്നാണ് സൂചനകൾ.
കാക്കിയിട്ടുകൊണ്ടുള്ള അഭിലാഷിന്റെ ക്രിമിനൽ പ്രവൃത്തികൾ കാരണം ഇയാളെ നേരത്തെ പോലീസിൽ നിന്ന് പിരിച്ചുവിടാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും രക്ഷിച്ചത് അന്നത്തെ DGP ആയിരുന്നു. ഇത് തെളിയിക്കുന്ന രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. ശ്രീകാര്യം CI ആയിരുന്ന സമയത്ത് ലൈംഗിക പീഡന കേസ് പണം വാങ്ങി അട്ടിമറിച്ചുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കമ്മീഷണറായിരുന്ന CS നാഗരാജുവാണ് അഭിലാഷിനെ പിരിച്ചുവിടാൻ നോട്ടീസ് നൽകിയത്. എന്നാൽ ഈ ഉത്തരവ് 2 വർഷത്തെ ശമ്പള വർധനവ് തടയൽ എന്ന നടപടി മാത്രമാക്കി അന്നത്തെ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് ചുരുക്കി. DGPയുടെ ഈ ഇടപെടലിന് പിന്നിൽ ഉന്നത രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ട് എന്നാണ് സൂചനകൾ. പിരിച്ചുവിടാനുള്ള കാരണം കാണിക്കൽ നോട്ടീസിന് അഭിലാഷ് നൽകിയ മറുപടി തൃപ്തികരമെന്നായിരുന്നു DGP ദർവേഷ് സാഹിബ് വിലയിരുത്തിയത്. നടപടിക്ക് നിർദ്ദേശം വന്ന 1.5 വർഷത്തിനുള്ളിലായിരുന്നു ഇത്. അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിടാൻ തീരുമാനിച്ച് കമ്മീഷണർ നൽകിയ റിപ്പോർട്ടുകളും പുറത്തുവന്നിട്ടുണ്ട്. പേരാമ്പ്രയിൽ ഷാഫി പറമ്പിലിനെ CI അഭിലാഷ് ഡേവിഡ് മർദ്ദിച്ചെന്നാവർത്തിച്ച് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാറും രംഗത്ത് വന്നിട്ടുണ്ട്. ഷാഫിക്ക് മർദ്ദനമേൽക്കുമ്പോൾ അഭിലാഷിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന പേരാമ്പ്ര DYSPയുടെ മൊഴിയുണ്ടെന്നും പ്രവീൺ കുമാർ വ്യക്തമാക്കി. ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വടകര DYSP ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധ സംഗമം നടത്തും. സംഘർഷത്തിൽ ഷാഫി പറമ്പിലിന്റെ മൊഴിയും പോലീസ് വൈകാതെ തന്നെ സ്വീകരിക്കും. CPMുമായി ബന്ധമുള്ള തിരുവനന്തപുരത്തുകാരനാണ് അഭിലാഷ് ഡേവിഡ്. ശ്രീകാര്യം CI ആയിരുന്ന അഭിലാഷ് പിന്നീട് റെയിൽവേയിലേക്ക് മാറി. ഇതിന് പിന്നാലെ ചില കേസുകൾ വന്നു. ഇതാണ് പോലീസിൽ നിന്നും പുറത്താക്കലിലേക്ക് കാര്യങ്ങളെത്തിയത്. 90കളിൽ തിരുവനന്തപുരത്തെ SFI മുഖമായിരുന്നു അഭിലാഷ് ഡേവിഡ്. വഞ്ചിയൂർ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം. പോലീസിന്റെ ഭാഗമായപ്പോഴും ഈ ബന്ധങ്ങൾ തുടർന്നു. ചില നിർണായക കേസുകൾ തെളിയിച്ചതോടെ അഭിലാഷിന്റെ കരിയർ ഉയരുകയും ചെയ്തു. തൊടുപുഴയിലെ അരുൺ ആനന്ദിന്റെ ക്രൂരത തെളിയിച്ചതും അഭിലാഷ് ഡേവിഡിന്റെ ചോദ്യം ചെയ്യലായിരുന്നു. തിരുവനന്തപുരത്ത് ജോലി ചെയ്യവേ കോവിഡ് കാലത്ത് അടക്കം നടത്തിയ ഇടപെടലുകൾ വാർത്തയായി. ഇതിനിടെയാണ് ആരോപണങ്ങൾ ഉയർന്നത്. പിന്നീട് ഇത് പുറത്താകലായി മാറി. എന്നാൽ ചില ഇടപെടലുകളിലൂടെ വീണ്ടും സർവീസിൽ തിരികെ എത്തി. രാഷ്ട്രീയ സ്വാധീനമായിരുന്നു ഈ രഹസ്യ നീക്കങ്ങളിൽ തുണച്ചത്. ഇതിനിടെയാണ് പേരാമ്പ്രയിലെ സംഘർഷത്തിൽ അഭിലാഷ് ഡേവിഡ് സർവീസിൽ തിരിച്ചെത്തിയത് കോൺഗ്രസ് പോലും അറിയുന്നത്. അഭിലാഷ് ഡേവിഡിന്റെ സാന്നിധ്യം പേരാമ്പ്ര കേസിനെ കൂടുതൽ ചർച്ചകളിൽ എത്തിക്കും. ഒരു കാലത്ത് ഓംപ്രകാശ് അടക്കമുള്ളവർ തിരുവനന്തപുരം വഞ്ചിയൂരിലെ CPM ഓഫീസിലെ നിത്യ സന്ദർശകരായിരുന്നു. ഈ സമയത്ത് SFI പ്രവർത്തകൻ എന്ന നിലയിൽ അഭിലാഷ് ഡേവിഡും വഞ്ചിയൂരിലെ നിറസാന്നിധ്യമായിരുന്നു. പീഡന കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിനാണ് അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിട്ടത്. ശ്രീകാര്യം SHO ആയിരിക്കെ പീഡന കേസിലെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിനാണ് അഭിലാഷിനെ പിരിച്ചുവിട്ടത്. റെയിൽവേ പോലീസിൽ CI ആയിരുന്ന അഭിലാഷ് നിലവിൽ ഗുണ്ടാബന്ധത്തിന്റെ പേരിൽ സസ്പെൻഷനിലായിരുന്നു. തലസ്ഥാനത്തെ ഗുണ്ടകൾ തമ്മിലുള്ള പണമിടപാട് തർക്കം പരിഹരിക്കാൻ 2 DYSPമാരും അഭിലാഷ് ഡേവിഡും ഇടനിലക്കാരെ പ്രവർത്തിച്ചെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടും ഉണ്ടായിരുന്നു. തലസ്ഥാനത്തെ പ്രധാന ഗുണ്ടകളായ നിധിൻ, രഞ്ജിത്ത് എന്നിവർ തമ്മിൽ സാമ്പത്തിക തർക്കമുണ്ടായി. ഈ തർക്കം പരിഹരിക്കാൻ മുട്ടടയിലുണ്ടായിരുന്ന നിധിന്റെ വീട്ടിൽ വെച്ച് 2 DYSPമാരും അഭിലാഷ് ഡേവിഡും ഇടനിലക്കാരായി പ്രവർത്തിച്ചുവെന്നാണ് ആരോപണം.